നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിയുക്ത പ്രവീൺ. ഇന്നത്തെ പ്രധാന ലോക വാർത്തകളിൽ എന്തായാലും വിഴിഞ്ഞത്തിന് അർഹമായ ഇടമുണ്ട്. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ലോകത്തിനു മുന്നിൽ സൂപ്പർ സ്റ്റാറായി കൊച്ചു കേരളം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അസൂയയോടെ ഇന്ത്യയുടെ നേട്ടം വീക്ഷിച്ച് ലോക വ്യാപാര മേഖല ഇനി രാജ്യത്തിന്റെ പണം പുറത്തേക്ക് ഒഴുകില്ലെന്നും വിഴിഞ്ഞം രാജ്യത്തിനും കേരളത്തിനും സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും പ്രധാനമന്ത്രി. ഇനി ജമ്മു കാശ്മീരിലേക്ക് കടന്നാൽ പഹൽഗാമിൽ ഇന്ത്യക്ക് മുറിവേൽപ്പിച്ച് പാകിസ്ഥാൻ യുദ്ധഭീതിയിൽ വിറളി പിടിച്ചോടുകയാണ്. ലോകരാജ്യങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നു ഇന്ത്യയോട് നീതി കാട്ടുവാൻ. പഹൽഗാമിലെ ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ വേട്ടയാടാൻ ഇന്ത്യയുമായി സഹകരിക്കണമെന്ന് പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഉക്രൈനിലെ യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നും JD വാൻസ് പറയുന്നുണ്ട്. തുടർച്ചയായ 8ാം ദിവസവും യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ സൈന്യം കശ്മീരിൽ നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് തുടരുന്നു. ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ആദ്യ കൊഴിഞ്ഞുപോക്ക്. വിവാദത്തിലാക്കപ്പെട്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി ഐക്യരാഷ്ട്രസഭയിലെ അംബാസഡറായി നാമനിർദ്ദേശം ചെയ്യും. ഇനി ഒരു വിസയിലൂടെ 14 ദിവസത്തിൽ 7 എമിറേറ്റുകളും സന്ദർശിക്കാൻ അവസരം. പുതിയ ടൂറിസം സംരംഭമായ ഗ്രാൻഡ് ടൂർസ് പാക്കേജുകൾ പ്രഖ്യാപിച്ച് UAE. ദില്ലിയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നു. റെഡ് അലർട്ട് നിലവിൽ. UK കലാസാംസ്കാരിക നഗരമായ ലിവർപൂളിനെ ഇളക്കിമറിക്കാൻ V4U ചങ്സ് ഒരുക്കുന്ന റിതം 25 നോർത്ത് വെസ്റ്റ് മ്യൂസിക് ആൻഡ് ഡാൻസ് ഷോ വരുന്ന മെയ് 31 നടക്കും. യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കായികമേള ജൂൺ 21 ലിവർപൂളിൽ ലിമ ആതിഥേയർ. ഇനി ഇന്നത്തെ ഇന്റർനാഷണൽ വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര തുറമുഖ ഭൂപടത്തിലേക്ക് ഇന്ത്യയുടെ വിഴിഞ്ഞവും. കേരളത്തിന് അഭിമാന നിമിഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ചു. അനന്തപത്മനാഭന്റെ മണ്ണിൽ വരാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമെന്ന് പ്രധാനമന്ത്രി. നാടിന്റെ പണം നാടിന് തന്നെ കിട്ടും. ഇനി രാജ്യത്തിന്റെ പണം പുറത്തേക്കൊഴുകില്ല. വിഴിഞ്ഞം രാജ്യത്തിനും കേരളത്തിനും സാമ്പത്തിക സ്ഥിരത നൽകും. ഗുജറാത്തിനേക്കാൾ ഏറ്റവും വലിയ തുറമുഖം വിഴിഞ്ഞത്തിന് നൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തുറമുഖത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി VN വാസവൻ, ശശി തരൂർ MP, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി തുടങ്ങിയവർ പങ്കെടുത്തു. വേദിയിൽ ഇരിപ്പിടം ഒരുക്കിയെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം ബർത്തിലേക്കെത്തിയ പ്രധാനമന്ത്രി ആധുനിക സംവിധാനങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തിയ ശേഷമാണ് കമ്മീഷനിംഗ് നടത്തിയത്. ജമ്മു കാശ്മീരിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ഇന്ത്യ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. പഹൽഗാമിലെ ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ വേട്ടയാടാൻ ഇന്ത്യയുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചു. പാകിസ്ഥാൻ അവരുടെ പ്രദേശത്തുള്ള തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ ഇന്ത്യയുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വാൻസ് കൂട്ടിച്ചേർത്തു. ഫോക്സ് ന്യൂസിന് നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് വാൻസ് ഇക്കാര്യം പറഞ്ഞത്. പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചതുമൂലം ഒരു വർഷത്തേക്ക് $600 മില്യൺ അധിക ചെലവ് പ്രതീക്ഷിക്കുന്നതിനാൽ നഷ്ടപരിഹാര പദ്ധതി വേണമെന്നാവശ്യപ്പെട്ട് എയർ ഇന്ത്യ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ നയതന്ത്ര നടപടികളെ തുടർന്നാണ് പാക് വ്യോമപാത അടച്ചത്. ഇതേ തുടർന്ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് യാത്രാദൈർഘ്യം കൂട്ടിയതും ഇന്ധന ചെലവ് വർദ്ധിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് എയർ ഇന്ത്യ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. വ്യോമാതിർത്തി അടയ്ക്കലിന്റെ സാമ്പത്തിക ആഘാതത്തിന് ആനുപാതികമായ ഒരു സബ്സിഡി മോഡൽ നടപ്പിലാക്കാൻ എയർ ഇന്ത്യ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. കശ്മീരിൽ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് സൈന്യം വെടിയുതിർത്തു. തുടർച്ചയായി 8ാം ദിവസമാണ് യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുന്നത്. കുപ്വാര, ബാരാമുള്ള, പുഞ്ച്, നൌരേഷ്, അഖ്നൂർ പ്രദേശങ്ങളിലാണ് വെടിവെപ്പുണ്ടായത്. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതായി അധികൃതർ അറിയിച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-ത്വയ്ബയുടെ പിന്തുണ സ്ഥിരീകരിച്ചതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ആക്രമണത്തിന് മറുപടിയായി കടുത്ത നടപടികളാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തീവ്രവാദികൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണെന്ന് അമിത് ഷാ പ്രതികരിച്ചു. ഒരു തീവ്രവാദിയെയും വെറുതെ വിടില്ലെന്നും സൈന്യം തിരിച്ചടിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യസമയത്ത് തിരിച്ചടി നൽകുമെന്നും അതിനുള്ള സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി സൈന്യത്തിന് നൽകിയിട്ടുണ്ടെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു.
ഡൽഹിയിലെ ഒരു പൊതുപരിപാടിയിലാണ് അമിത്ഷാ നിലപാട് വ്യക്തമാക്കിയത്. തിരിച്ചടിക്കാൻ സൈന്യം തയ്യാറാക്കിയ പദ്ധതിയുടെ പുരോഗതി കരസേനാ മേധാവി പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പുനഃസംഘടിപ്പിച്ച ദേശീയ സുരക്ഷാ സമിതിയുടെ ആദ്യ യോഗവും സൈനിക നീക്കം വിലയിരുത്തി. അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമുള്ള പാകിസ്ഥാന്റെ പ്രകോപനവും അലോക് ജോഷിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സമിതി വിലയിരുത്തി. വിവാദത്തിലാക്കപ്പെട്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്രസഭയിലെ അംബാസിഡറായ മൈക്ക് വാൾസിനെ നാമനിർദ്ദേശം ചെയ്യും. ട്രംപിന്റെ 2ാം ടേമിൽ വൈറ്റ് ഹൌസ് വിടുന്ന ഭരണകൂടത്തിലെ ആദ്യത്തെ മുതിർന്ന അംഗമാണ് മുൻ ഫ്ലോറിഡ കോൺഗ്രസ് അംഗം. സന്തോഷത്തോടെയാണ് ട്രംപ് വാൾസിനെ യാത്രയാക്കുന്നത്. വാൾസിന്റെ പ്രവർത്തനത്തിന് നന്ദി പറഞ്ഞ ട്രംപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിലേക്ക് താൽക്കാലികമായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ നിയമിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം അമേരിക്കയുടെ ഉന്നത നയതന്ത്രജ്ഞനായി തുടരുമെന്നും പറഞ്ഞു. യമനിലെ US സൈനിക പദ്ധതികൾ ചർച്ച ചെയ്ത ഒരു ചാറ്റ് ഗ്രൂപ്പിലേക്ക് ഒരു പത്രപ്രവർത്തകനെ തെറ്റായി ചേർത്തതിനാണ് വാൾസിന് വിമർശനം നേരിടേണ്ടി വന്നത്. US തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷമുള്ള തന്റെ ആദ്യത്തെ പ്രധാന പ്രസംഗത്തിൽ മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ട്രംപ് ഭരണകൂടത്തിന്റെ അജണ്ടയെ രൂക്ഷമായി വിമർശിച്ചു. അമേരിക്കയിൽ ട്രംപിനെ നേരിടേണ്ടി വരുന്ന അതിശക്തമായ എതിരാളിയായി കമല ഹാരിസ് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ. പൊതു ഓഫീസുകളിലേക്ക് മത്സരിക്കാൻ ഡെമോക്രാറ്റിക് സ്ത്രീകളെ പരിശീലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയായ എമേഴ്സ് നടത്തിയ പരിപാടിയിൽ സംസാരിക്കവേ ട്രംപ് ഭരണകൂടം സമ്പദ്വ്യവസ്ഥയെയും കുടിയേറ്റ നയവും കൈകാര്യം ചെയ്യുന്ന രീതിയെ കമല രൂക്ഷമായി വിമർശിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ-റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈനെ കൊണ്ട് കരാറുകളിൽ വരെ ഒപ്പിട്ട് നീങ്ങുമ്പോൾ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഉക്രൈനിലെ യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ JD വാൻസ് പറഞ്ഞു. 3 വർഷത്തിലേറെയായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യയും ഉക്രൈനെയും എങ്ങനെ സഹായിക്കാനാകുമെന്നതാണ് ഇപ്പോൾ US ഭരണകൂടം നേരിടുന്ന ചോദ്യമെന്ന് വാൻസ് പറഞ്ഞു. ഒരു കരാറിലെത്തുകയും ഈ ക്രൂരമായ സംഘർഷം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടത് റഷ്യയും ഉക്രൈനുമായിരിക്കും എന്നും വാൻസ് കൂട്ടിച്ചേർത്തു. ജാപ്പനീസ് നഗരമായ ഒസാക്കയിൽ 7 സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം കൊലപാതക ശ്രമമെന്ന് സംശയിച്ചാണ് അറസ്റ്റ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒരു റെസിഡൻഷ്യൽ സ്ട്രീറ്റിൽ വെച്ച് പ്രതി മനഃപൂർവ്വം അവരുടെ നേരെ കാർ ഓടിച്ചു കയറ്റിയതായി പബ്ലിക് ബ്രോഡ്കാസ്റ്റർ NHK റിപ്പോർട്ട് ചെയ്തു. 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ താടിയെല്ല് ഒടിഞ്ഞിരുന്നു. 7-8 വയസ്സുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിക്കുകളുണ്ട്. ഹജ്ജ് കർമ്മം തുടങ്ങുന്നതിനായി മെക്കയിലേക്കുള്ള പ്രവേശനം ഹജ്ജ് വിസ ഉടമകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതോടെ മത്താഫ് ഏതാണ്ട് കാലിയായി. ഏപ്രിൽ 30 മുതൽ ഹജ്ജ് സീസൺ അവസാനിക്കും വരെ മക്കയിലേക്കുള്ള പ്രവേശനം ഹജ്ജ് വിസ ഉടമകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയവും ആയിരക്കണക്കിന് വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്ന വിശുദ്ധ കഅബയ്ക്ക് ചുറ്റുമുള്ള വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച പ്രദക്ഷിണ സ്ഥലമായ മത്താഫ് ഏതാണ്ട് കാലിയായി. ഏപ്രിൽ 29 മുതൽ വാർഷിക ഹജ്ജ് തീർത്ഥാടനം അവസാനിക്കുന്നതുവരെ ഹജ്ജ് വിസയില്ലാത്തവർക്ക് മക്കയിൽ തങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതാണ് ഇതിന് പ്രധാന കാരണം. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അവരുടെ ജീവിതകാല ആത്മീയ യാത്രയ്ക്കായി പുണ്യനഗരത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങുന്ന വരും ദിവസങ്ങളിൽ ഗ്രാൻഡ് മോസ്കിൽ വിദേശ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ക്രമേണ വർധനവുണ്ടാകും. UAE പുതിയ ടൂറിസം സംരംഭമായ ഗ്രാൻഡ് ടൂർസ് പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ഒരു വിസയിലൂടെ 14 ദിവസത്തിൽ 7 എമിറേറ്റുകളും സന്ദർശിക്കാനുള്ള അവസരമാണ് ഇതുവഴി നൽകുന്നത്. ഈ സംരംഭം വഴി വിദേശ സഞ്ചാരികൾക്ക് UAE വൈവിധ്യമാർന്ന ആധുനികവും സാംസ്കാരികവും സമ്പന്നമായ അനുഭവവുമാണ് പരിചയപ്പെടുത്തുക. എമിറേറ്റുകൾ തമ്മിലുള്ള സഹകരണത്തോടെ തയ്യാറാകുന്ന ഈ പദ്ധതി ഗൾഫ് ടൂറിസത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാനാണ് സാധ്യതയെന്ന് എമിറേറ്റ്സ് ടൂറിസം കൗൺസിൽ ചെയർമാനായ അബ്ദുള്ള ബിൻ തൗ അൽ മാരി പറയുന്നു. ചൂട് കൂടിയതിനാൽ UAEയിൽ സ്കൂളുകളിൽ പഠന സമയം പുനഃക്രമീകരിച്ചു. രാവിലെ 7:15 മുതൽ ഉച്ചയ്ക്ക് 1:35 വരെയാണ് സമയം. തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ക്ലാസുകൾക്കാണ് ഈ സമയം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:15 മുതൽ 11 മണി വരെ ക്ലാസുകൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് അനുസരിച്ച് പഠന നിലവാരം ഉറപ്പാക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കൂടാതെ അക്കാഡമിക് കൗൺസിലർമാർക്ക് പ്രത്യേക പരിശീലനം നൽകാനും സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ജൂലൈ 1 മുതൽ GCC രാജ്യങ്ങളിൽ നിന്ന് വാഹനം ഇറക്കുമതി ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളുമായി റോയൽ ഒമാൻ പോലീസ്. ഡയറക്ടർ ജനറൽ ഓഫ് ട്രാഫിക്സ് ആൻഡ് കസ്റ്റംസ് ആണ് ഇറക്കുമതി നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. GCC രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വാഹനങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഇനിയൊരിടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്.
മുസ്ലിങ്ങൾക്കും കാശ്മീരികൾക്കുമെതിരെ ജനം തിരിയുന്നത് കാണാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേനാംഗം വിനയ് നർവാളിന്റെ വിധവ ഹിമാൻഷി നർവാൾ. വിനയ് നർവാളിന്റെ ജന്മദേശമായ കർണാലിൽ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നതിനിടയായി സംഘടിപ്പിച്ച രക്തദാന ചടങ്ങിൽ വെച്ചാണ് ഹിമാൻഷി മുസ്ലിം വിരുദ്ധ നീക്കങ്ങളെ തള്ളിയത്. വിനയ് നർവാളിനെ കൊലപ്പെടുത്തിയവർ ശിക്ഷിക്കപ്പെടണമെന്നും ഹിമാൻഷി പറഞ്ഞു. ഏപ്രിൽ 22-നായിരുന്നു ഇരുവരും വിവാഹിതരായത്. ദില്ലിയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നു. കാറ്റിൽ മരം കടപുഴകി വീണ് 4 പേർ മരിച്ചു, ഒരാൾക്ക് പരിക്ക്. അമ്മയും 3 കുഞ്ഞുങ്ങളുമാണ് മരിച്ചത്. ഇവർ താമസിച്ചിരുന്ന ഒറ്റമുറി വീട്ടിലേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു. ഡൽഹി ദ്വാരകയിലാണ് സംഭവം. ഡൽഹിയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മണിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. അണ്ടർപാസുകളിലും വെള്ളം കയറിയതോടെ ഗതാഗതം താറുമാറായി. തമിഴ്നാട്ടുകാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തമിഴിലുള്ള പേരുകൾ മാത്രം നൽകണമെന്ന ആഹ്വാനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പേരുകൾ തിരഞ്ഞെടുക്കാനായി തമിഴ് പേരുകളും അർത്ഥവും ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റ് ആരംഭിക്കുമെന്നും സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. ചെന്നൈയിൽ പാർട്ടി പ്രവർത്തകൻ മൈലൈ വേലുവിന്റെ വിവാഹ ചടങ്ങിലാണ് സ്റ്റാലിൻ കുട്ടികൾക്ക് തമിഴ് പേരുകൾ നൽകണമെന്ന് നിർദ്ദേശം നൽകിയത്. ഭാവി തലമുറകൾക്കിടയിൽ തമിഴ് ഭാഷയും സ്വത്വവും പ്രോത്സാഹിപ്പിക്കണമെന്നും കുട്ടിയുടെ പേരിൽ നിന്ന് തന്നെ തമിഴ് സംസ്കാരത്തിന്റെ സമ്പന്നത പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. ബംഗാൾ റെയിൽവേ സ്റ്റേഷനിൽ പാകിസ്ഥാൻ പതാക സ്ഥാപിച്ച സംഭവത്തിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. നോർത്ത് 24 പർഗനൌസ് ജില്ലയിലെ റെയിൽവേ സ്റ്റേഷന്റെ ശുചിമുറിയിലാണ് പാക് പതാക കണ്ടെത്തിയത്. അഗൈപൂർ സ്വദേശികളായ ചന്ദൻ മലകർ, പ്രഗ്യാജിത്ത് എന്നിവരാണ് പിടിയിലായത്. പാകിസ്ഥാൻ സിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ മൂർദാബാദ് എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരുന്നത്. പതാക കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് പ്രതികളെ കണ്ടെത്തിയത്. ഇനി വേൾഡ് മലയാളി ഹൈലൈറ്റ്സ്. UK-യിലെ കലാ-സാംസ്കാരിക നഗരമായ ലിവർപൂളിനെ ഇളക്കിമറിക്കാനെത്തുകയാണ് V4U ചങ്സ് ഒരുക്കുന്ന റിതം 25 നോർത്ത് വെസ്റ്റ് മ്യൂസിക് ആൻഡ് ഡാൻസ് ഷോ. വരുന്ന മെയ് 31-ന് വൈസ് മോർട്ടേജസ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് പിന്തുണയോടെയാണ് നൃത്ത സംഗീത നിശ അരങ്ങേറുക. UK-യിലെ സംഗീത വേദികളിൽ നിറസാന്നിധ്യവും V4U ചങ്സ് മ്യൂസിക് ബ്രാൻഡ് അംഗങ്ങളുമായ രഞ്ജിത്ത് ഗണേഷ്, റോയ് മാത്യു, ഷിബു പോൾ, ജിനീഷ് സുകുമാരൻ എന്നിവരാണ് ഈ കലാസന്ധ്യയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. മലയാളത്തിലും ബോളിവുഡിലും ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്ത തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സിനിമാ താരം ഡിസ്നി ജെയിംസ് മുഖ്യാതിഥിയായി എത്തുന്ന വേദിയിൽ UK-യിലെ കലാ-സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും അതിഥികളായി എത്തുന്നു. നോർത്ത് വെസ്റ്റിലെയും അതുപോലെ തന്നെ UK-യിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കലാകാരികൾക്കും കലാകാരന്മാർക്കും ലിവർപൂളിലെ കാർഡിനൽ ഫിനാൻസ് സ്കൂളിലായിരിക്കും തങ്ങളുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുക. നോർത്ത് വെസ്റ്റ് റീജിയനിലെ പ്രമുഖ മലയാളി അസോസിയേഷനായ ലിവർപൂൾ മലയാളി അസോസിയേഷൻ ആതിഥേയത്വം വഹിക്കുന്ന യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കായികമേള ജൂൺ 21-ന് ലിവർപൂളിലെ ലിതർലാൻഡ് സ്പോർട്സ് പാർക്കിൽ വെച്ച് നടക്കും. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ഉൾപ്പെടുത്തി യുക്മ നടത്തുന്ന കായിക മത്സരങ്ങൾ UK-യിലെ മലയാളി സമൂഹത്തിൽ കായിക പ്രേമികളെ ഉത്സവ പ്രതീതി ഉണർത്തുന്ന എക്കാലത്തെയും ഏറ്റവും വലിയ കായിക മാമാങ്കമായി മാറിയിട്ടുണ്ട് എന്ന് യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കമ്മിറ്റി വിലയിരുത്തി. നോർത്ത് വെസ്റ്റ് റീജിയണൽ മത്സരങ്ങളിലെ വിജയികൾക്ക് ജൂൺ 28-ാം തീയതി യുക്മ ദേശീയ കായികമേളയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള നോർത്ത് വെസ്റ്റ് റീജിയനിലെ അംഗ അസോസിയേഷനിലെ കായിക താരങ്ങൾ അവരുടെ അസോസിയേഷൻ ഭാരവാഹികളുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് നോർത്ത് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ഷാജി തോമസ് വാരാക്കുടി, സെക്രട്ടറി സനോജ് വർഗീസ്, സ്പോർട്സ് കോർഡിനേറ്റർ ബിനോയ് മാത്യു എന്നിവർ അറിയിച്ചു. UK-യിലെ പുരോഗമന സാംസ്കാരിക സംഘടനയായ കൈരളി UK-യുടെ 2ാമത് ദേശീയ സമ്മേളനം കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ന്യൂബർട്ടി പാർക്ക് ഹൗസ് സ്കൂളിൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതിയ വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ നടന്ന സമ്മേളനത്തിൽ കൈരളി നാളിതുവരെ UK മലയാളികൾക്കിടയിലും നാട്ടിലുമായി നടത്തിയ പ്രവർത്തനം ദേശീയ സെക്രട്ടറി കുര്യൻ ജേക്കബ് വിശദീകരിച്ചു. AAC സെക്രട്ടറി ജനേഷ് C, RCN പ്രസിഡന്റ് ബിജോയ് സെബാസ്റ്റ്യൻ, ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ലിയോസ് പോൾ, MA UK പ്രസിഡന്റ് ശ്രീജിത്ത്, SFI UK ജോയിന്റ് സെക്രട്ടറി വിശാൽ, കൈരളി UK-യുടെ പ്രസിഡന്റ് പ്രിയ രാജൻ എന്നിവർ സംസാരിച്ചു. കൈരളി UK ഏർപ്പെടുത്തിയ എക്സംപ്ലർ അവാർഡ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ രോഗികൾക്ക് വിദേശ മാതൃക ട്രെയിനിങ്ങിന് നേതൃത്വം നൽകിയ ബിജോയ് സെബാസ്റ്റ്യൻ, മോണ, മിനിജ, മേരി ജോർജ് എന്നിവരും വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച കൈരളി ഹീത്രൂ യൂണിറ്റും വഞ്ചനാട് കിച്ചണും പ്രശസ്ത ഗവേഷകനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ മുഹമ്മദ് കുരിയ, പ്രശസ്ത പ്രവാസി എഴുത്തുകാരി ഐശ്വര്യ കമല എന്നിവർ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇനി പൗണ്ട് റേറ്റ്.
UK പൗണ്ട് ഇന്നത്തെ മൂല്യം. ഒരു പൗണ്ട് 111.57 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 83.85 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 95.83 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. IPL തുടർച്ചയായ 6ാം ജയത്തോടെ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിന് തൊട്ടരികിലെത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ 100 റൺസിന്റെ കൂറ്റൻ ജയം സ്വന്തമാക്കിയതോടെ നെറ്റ് റൺ റേറ്റിൽ വമ്പൻ കുതിപ്പ് നടത്തിയ മുംബൈ 14 പോയിന്റുമായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പിന്തള്ളി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. ശേഷിക്കുന്ന 3 കളികളിൽ ഒരു ജയം കൂടി നേടിയാൽ മുംബൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനാകും. എന്നാൽ 2, 3, 4 സ്ഥാനത്തുള്ള ടീമുകളെക്കാൾ ഒരു മത്സരം അധികം കളിച്ചതിനാൽ ആദ്യ 2 സ്ഥാനങ്ങളിലൊന്ന് മുംബൈക്ക് ഇപ്പോഴും ഉറപ്പാക്കാനായിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകത്തിനു മുന്നിൽ സൂപ്പർ സ്റ്റാറായി കൊച്ചു കേരളം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അസൂയയോടെ ഇന്ത്യയുടെ നേട്ടം വീക്ഷിച്ച് ലോക വ്യാപാര മേഖല ഇനി രാജ്യത്തിന്റെ പണം പുറത്തേക്ക് ഒഴുകില്ലെന്നും വിഴിഞ്ഞം രാജ്യത്തിനും കേരളത്തിനും സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും പ്രധാനമന്ത്രി. ഇനി ജമ്മു കാശ്മീരിലേക്ക് കടന്നാൽ പഹൽഗാമിൽ ഇന്ത്യക്ക് മുറിവേൽപ്പിച്ച് പാകിസ്ഥാൻ യുദ്ധഭീതിയിൽ വിറളി പിടിച്ചോടുകയാണ്. ലോകരാജ്യങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നു ഇന്ത്യയോട് നീതി കാട്ടുവാൻ. പഹൽഗാമിലെ ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ വേട്ടയാടാൻ ഇന്ത്യയുമായി സഹകരിക്കണമെന്ന് പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഉക്രൈനിലെ യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നും JD വാൻസ് പറയുന്നുണ്ട്. തുടർച്ചയായ 8ാം ദിവസവും യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ സൈന്യം കശ്മീരിൽ നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് തുടരുന്നു. ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ആദ്യ കൊഴിഞ്ഞുപോക്ക്. വിവാദത്തിലാക്കപ്പെട്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി ഐക്യരാഷ്ട്രസഭയിലെ അംബാസഡറായി നാമനിർദ്ദേശം ചെയ്യും. ഇനി ഒരു വിസയിലൂടെ 14 ദിവസത്തിൽ 7 എമിറേറ്റുകളും സന്ദർശിക്കാൻ അവസരം. പുതിയ ടൂറിസം സംരംഭമായ ഗ്രാൻഡ് ടൂർസ് പാക്കേജുകൾ പ്രഖ്യാപിച്ച് UAE. ദില്ലിയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നു. റെഡ് അലർട്ട് നിലവിൽ. UKയിലെ കലാസാംസ്കാരിക നഗരമായ ലിവർപൂളിനെ ഇളക്കിമറിക്കാൻ V4U ചങ്സ് ഒരുക്കുന്ന റിതം 25 നോർത്ത് വെസ്റ്റ് മ്യൂസിക് ആൻഡ് ഡാൻസ് ഷോ വരുന്ന മെയ് 31 നടക്കും. യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കായികമേള ജൂൺ 21 ലിവർപൂളിൽ ലിമ ആതിഥേയർ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.